അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റെസ്പോൺസ് വീഡിയോ ആണ്. ഡോക്ടർ ജോർജി മാത്യു അലക്സിയോസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരു പാസ്റ്ററാണ്, ഒരു ബൈബിൾ ടീച്ചറാണ്. അദ്ദേഹം ബൈബിൾ ടീച്ചറാണ്, അതായത് ബൈബിൾ ആധികാരികമായി പഠിച്ച വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പല രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ മുസ്ലിങ്ങൾക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള എല്ലാ റെസ്പെക്റ്റോടു കൂടിയും, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള അദ്ദേഹത്തെ അനുയായികളായ ആളുകൾ എല്ലാവരോടുമുള്ള റെസ്പെക്റ്റോടു കൂടി തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരു തരത്തിലും ഒരു അവഹേളനമോ ഒരു മോശമായ കാര്യങ്ങളോ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു കളിയാക്കാനൊന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പകരം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഈ വീഡിയോക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവർക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്ന വിഷയങ്ങൾ പരിപൂർണമായിട്ടും ആ വിഷയം മാത്രം പറയുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം. നേരെ വീഡിയോ കാണാം. നമ്മൾ ഖുറാൻ നോക്കുമ്പോൾ ഖുറാൻ വ്യക്തമായിട്ട് യേശുവിന്റെ ക്രൂശീകരണത്തെ തള്ളിക്കളയുന്നുണ്ട്. ഖുറാൻ 4:157 പറയുന്നത്, "They neither killed nor crucified him. It was only made to appear so." അവർ യേശുവിനെ കൊന്നില്ല, ക്രൂശിച്ചുമില്ല, അങ്ങനെ വരുന്നത് പോലെ തോന്നിയതേ ഉള്ളൂ. മറ്റൊരുവനാണ് യേശുവിന്റെ ആ ഒരു സാദൃശ്യം നൽകപ്പെട്ടത്. ഇങ്ങനെയാണ് ഖുറാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു വാക്യത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 ക്വിക്ക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഒന്നാമത്, ഖുറാൻ 19-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കി. അവിടെ നമ്മൾ കാണുന്നത് ഈസ, മുസ്ലിംസ് യേശുവിനെ ഈസ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈസ ഒരു കൊച്ചു കുഞ്ഞാണ്, ആ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്. അപ്പോൾ ആളുകൾ ആ കുഞ്ഞിനോട് ചോദിക്കും, "നീ എവിടെ നിന്നാ വന്നത്?" അപ്പോൾ ആ കുഞ്ഞ് പറയാണ്, "ഞാൻ ജനിച്ച നാൾ, മരിക്കുന്ന നാൾ, ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്." അപ്പൊ അവിടെ തന്നെ യേശു തന്റെ ജനനം, മരണം, പുനരുത്ഥാനത്തെ തൊട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഇത് ഖുറാൻ 4:157 നോക്കുമ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. മുസ്ലിംസിന് ഇതൊട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? മുസ്ലിംസ് പറയും, ഈ കുഞ്ഞ് സംസാരിക്കുന്നത് അങ്ങ് ഭാവിയിലുള്ള ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അത് ശരിയാ, ഭാവിയെ നോക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം അപ്പോൾ ആ ഒരു കുഞ്ഞ് തന്നെയാണ്. ആ യേശുവിന്റെ മരണവും പുനരുത്ഥാനവും ആ സമയത്തും എത്തിയിട്ടില്ല. യേശു 33 വർഷം കഴിഞ്ഞാണ് മരിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മുസ്ലിം പറയും, അതങ്ങ് വളരെ ദൂരത്തുള്ള ഭാവിയിലെ ഒരു സംഭവമാണ്. യേശു ഭാവിയിൽ മരിക്കുന്നു, യേശു ആ ദിവസം വരെ അങ്ങനെ മരിച്ച അവസ്ഥയിൽ തന്നെ തുടരുന്നു, എന്നിട്ട് പിന്നീട് യേശുവിനെ ഉയർപ്പിക്കുന്നു. യുസി, ആ വാക്യത്തിൽ അപ്രകാരമുള്ള ഒരു അർത്ഥം വരാനായിട്ടുള്ള രീതിയിൽ ഒരു രീതിയിലും ഉള്ള ഒരു ഭാഷാപ്രയോഗം ആ വാക്യത്തിൽ ഇല്ല. മുസ്ലിങ്ങൾക്ക് ആ ഒരു വാക്യത്തിലോട്ട് അപ്രകാരമുള്ള ഒരു അർത്ഥം കുത്തിക്കയറ്റിയെങ്കിൽ മാത്രമേ അപ്രകാരമുള്ള ഒരു അർത്ഥം ഡ്രോ ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കുള്ളൂ. അതിനാണ് നമ്മൾ ടെക്നിക്കലി പറയുന്നത് എയ്സജീസസ്. ഒരു വാക്യത്തിലേക്ക് നമുക്ക് തോന്നുന്ന ആ ഒരു അർത്ഥം കുത്തിക്കയറ്റിയിട്ട് അതാണ് ആ വാക്യം പറയുന്നത് എന്നുള്ള രീതിയിൽ പുറത്ത് പറയുക. ഇനിയിപ്പം യോഹന്നാൻ സ്നാപകനെ പറ്റി ഇതേ ഭാഷാ ശൈലി ഖുറാൻ 19-ന്റെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. "ഞാൻ ജനിക്കുന്ന നാൾ, മരിക്കുന്ന നാൾ, ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ അനുഗ്രഹിക്കപ്പെട്ടതെന്ന്." എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ ജനിച്ചു, മരിച്ചു, അവനെ ഇനി ഉയർപ്പിക്കും. അപ്പൊ യേശുവിനെ പറ്റി അതേ ഭാഷാ ശൈലിയിൽ ഖുറാൻ 19:33 എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏറ്റവും നാച്ചുറലായ, സ്വാഭാവികമായിട്ടുള്ള അർത്ഥം യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അപ്പം ആ ഒരു വേർഡിങ്, ആ ഭാഷാ ശൈലി നാച്ചുറലായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മരണത്തിന് ശേഷം പുനരുത്ഥാനം. മാത്രമല്ല ഖുറാന്റെ 3-ാമത്തെ അധ്യായം 55-ാമത്തെ വാക്യത്തിൽ ദൈവം ഈസായോട് പറയുകയാണ്, "ഐ വിൽ കോസ് യു ടു ഡൈ." ഞാൻ നിന്നെ മരിപ്പാൻ ഇടയാക്കും. അവിടെ അറബിക് ഭാഷയിൽ ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് മുത്താബഫിക്ക. മു എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തി, തൊഫാക്ക് എന്ന് പറഞ്ഞാൽ കോസ് ടു ഡൈ, മരിക്കാൻ ഇടയാക്കുക, ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ. അപ്പോൾ അതിന്റെ അർത്ഥം ഐ വിൽ കോസ് യു ടു ഡൈ, ഞാൻ നിന്നെ മരിക്കുവാൻ ഇടവരുത്തും. അപ്പോൾ അത് അറബിക് ഭാഷയിൽ വളരെ ക്ലിയർ ആണ്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന എല്ലാ പരിഭാഷയിലും അതിനെ മാറ്റി എഴുതിയിരിക്കുന്നത് ഐ വിൽ കോസ് യു ടു സ്ലീപ്, ഞാൻ നിന്നെ ഉറങ്ങുവാൻ ഇടയാക്കുമെന്ന്. പക്ഷേ ഏതൊരു അറബിക് സംസാരിക്കുന്ന ഒരു വ്യക്തിക്കും അറിയാം, മുത്താബഫിക്ക എന്ന് പറഞ്ഞാൽ ഡൈ, മരിക്കുക എന്നാണ്. അതിന്റെ അർത്ഥം അറബിക്കിൽ ഉറങ്ങുക എന്നല്ല. 1930-കളിലാണ് അവർക്ക് ഈ മാറ്റം വരുത്തേണ്ടി വന്നത്. കാരണം ഗവൺമെന്റ്സിന്റെ എല്ലാം പ്രഷർ അവർക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു, യേശുവിനെ നമുക്ക് മരിക്കുവാനായിട്ടുള്ള രീതി, യേശു മരിക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അങ്ങനെ വന്നാൽ ഖുറാൻ 3:55-ഉം ഖുറാൻ 4:157 തമ്മിൽ ഒരു ഇന്റേണൽ കോൺട്രഡിക്ഷൻ, ആന്തരിക വൈരുദ്ധ്യം ഉണ്ടാകും. നമുക്ക് നമ്മുടെ ബൈബിളിൽ അപ്രകാരമുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ടെക്സ്റ്റിനെ മാറ്റി എഴുതുക, വാക്യങ്ങളെ തിരുത്തി എഴുതുക. കാരണം എന്നാ, ആ തിയോളജി, വേദശാസ്ത്രം കറക്റ്റ് ആകുവാൻ അതിനെ സ്യൂട്ട് ചെയ്യുന്ന വിധത്തിൽ വാക്യങ്ങളെ തിരുത്തി എഴുതുന്നു. അതാണ് ഖുറാനിൽ ചെയ്തിരിക്കുന്നത്. ബൈ ദ വേ, നമ്മളിവിടെ പരിഭാഷകളെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അല്ല സംസാരിക്കുന്നത്. കാരണം അറബിക് ഭാഷയിൽ ആ ടെക്സ്റ്റിൽ മുത്താബഫിക്ക എന്ന് തന്നെയുള്ള പദമാണ്. അപ്പോൾ ഖുറാൻ 4-ാമത്തെ അധ്യായം, 19-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായങ്ങൾ തമ്മിലുള്ള ഇന്റേണൽ കോൺട്രഡിക്ഷൻസ്, ആന്തരിക വൈരുദ്ധ്യങ്ങൾ കണ്ടോ? ഓക്കെ, ഇവിടെ ഞാൻ ഈ വീഡിയോ കാണിച്ച സമയത്ത് അത് നിങ്ങൾ മുഴുവനായിട്ട് കേട്ടോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ആ ഒരു കാര്യം അതിനിടയിൽ ഇടപെടാതെ, അത് സ്റ്റോപ്പ് ചെയ്യാതെ, ഇടയിൽ കമൻറ്റ് ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് അത് പറയാമെന്ന് കരുതിയത്. കാരണം ഇത് കേട്ട സമയത്ത് ഏകദേശം മുസ്ലിങ്ങളായ ആളുകൾക്കൊക്കെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ മനസ്സിലാവാത്ത ആളുകൾ എന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്ക് ഇൻഷാ അല്ലാഹ് ഇദ്ദേഹം പറഞ്ഞ ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണത്. അതായത്
ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണല്ലോ, ഈ യേശു തന്നെയാണോ ഈസ തന്നെയാണോ യേശു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് തന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് യേശു ക്രിസ്തു എന്നുള്ള ബേസിൽ നിന്നുകൊണ്ടാണ്. ആ ഒരു ബേസിലല്ലാതെ അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാൻ സാധിക്കില്ല. കാരണം പിന്നെ മുസ്ലിങ്ങളെ വിശ്വസിച്ചോട്ടെ കരുതിയ പോലെ മുസ്ലിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച്, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് വേറൊരു വ്യൂ പോയിന്റാണ് മുസ്ലിങ്ങൾക്കുള്ളത്, വേറൊരു കാഴ്ചപ്പാടാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ക്രിസ്ത്യൻസിന് ഇവരെ പോലെയുള്ള ക്രിസ്ത്യൻസിന് അവർക്ക് വേറൊരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അപ്പോൾ രണ്ട് തരം വ്യൂ ആണുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയെക്കുറിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നതും, അതിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാണ്, ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നതാണ് ശരി, അതിലേക്കാണ് ഖുർആൻ പോലും പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ് മുസ്ലിങ്ങൾ യേശു ക്രിസ്തുവിനെ ഈസ എന്നാണ് വിളിക്കുന്നത് എന്ന് അദ്ദേഹം ഇടയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം തീരുമാനമായല്ലോ. ഇനി ഇദ്ദേഹം ഇവിടെ പറഞ്ഞ പോയിന്റുകൾ നമ്മൾ ഓരോന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒന്നാമതായിട്ട് എടുക്കുന്ന ഒരു വചനമാണ്, ഖുർആൻ ആയത്താണ് 4:157. അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഖുർആൻ വ്യക്തമായിക്കൊണ്ട് യേശുവിനെ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രൂശിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ആ ക്രൂസിഫിക്കേഷൻ അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു വചനമാണ് 4:157. നമ്മൾ ഈ ഒരു ആയത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ ദൂതനായ, അള്ളാഹുവിന്റെ പ്രവാചകനായിട്ടുള്ള മറിയമിന്റെ മകൻ മസീഹ് ഈസായെ, അഥവാ മിശിഹയായിട്ടുള്ള മസീഹ് ഈസായെ, യേശുവിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് യഹൂദന്മാരായിട്ടുള്ള ശപിക്കപ്പെട്ടവരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, ആ ആളുകൾ എന്തുകൊണ്ട് ശപിക്കപ്പെട്ടവരായി മാറി എന്ന് പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി കൊണ്ട് ഒരു കാരണം കൂടി അള്ളാഹു പറയാണ്. അഥവാ യേശുക്രിസ്തുവിനെ, മസീഹ് ഈസ ഇബ്നു മറിയം, അദ്ദേഹത്തിനെ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞതിനാൽ യഹൂദന്മാർ ശപിക്കപ്പെട്ടവരായിരിക്കുന്നു. ഇനി അള്ളാഹു പറയാണ്, വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല, കുരിശിൽ കയറ്റിയിട്ട് ക്രൂശിക്ക പോലും ചെയ്തിട്ടില്ല, അതുപോലും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇനി പറയാണ്, പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ഈ ഒരു ആദ്യ ഭാഗത്ത് അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? യഹൂദന്മാർ അത് പറഞ്ഞതിനാൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ പഴയ നിയമാവർത്തന പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ അതിലൊരു കാര്യം കാണാൻ സാധിക്കും. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. യേശു ക്രിസ്തുവിനെ മരത്തിൽ തൂക്കിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു അദ്ദേഹം ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണെന്ന് ആരെ വാദിക്കുന്നത്? യഹൂദന്മാർ വാദിക്കുകയാണ് അല്ലെ. അവരുടെ ഗ്രന്ഥത്തിൽ കൃത്യമായി എഴുതിയ കാര്യമാണ്, മരത്തിൽ തൂക്കപ്പെട്ടവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. അവർ യേശുവിന് എന്ത് ചെയ്തു? മസീഹ് ഈസ എന്ത് ചെയ്തു? അവർ മരത്തിൽ കെട്ടി തൂക്കിക്കൊന്നു. അപ്പോൾ അദ്ദേഹവും ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. അള്ളാഹു പറയാണ്, അദ്ദേഹം ശപിക്കപ്പെട്ടവനല്ല. ഈ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അദ്ദേഹത്തെ കൊന്നു എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, യഹൂദന്മാരായ നിങ്ങളുണ്ടല്ലോ, നിങ്ങളാണ് ശപിക്കപ്പെട്ട ആളുകൾ. ഇനി ഈ ഒരു വചനത്തെ തന്നെ എടുത്തുകൊണ്ട് ഗലാത്യൻസിൽ 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവർ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എവിടെ എഴുതിയിട്ടുള്ളത്? ഈ പറഞ്ഞ പോലെ പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ പറയുന്നത്, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് എടുത്ത് പറയാണ്, അവിടെ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നത് പോലെ, അത് പഠിപ്പിച്ചതുപോലെ ഇതാ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ശാപമായി തീർന്നിരിക്കുന്നു. നമ്മൾ പറയുന്നത് എന്താ? അദ്ദേഹം ശാപമായി തീർന്നിട്ടില്ല, അദ്ദേഹത്തിനെ കുരിശിൽ കയറ്റിയിട്ടില്ല, അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല. ഇതാണ് മുസ്ലിങ്ങൾ വ്യക്തമായിക്കൊണ്ട് യേശുവിനെ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മഹത്വപ്പെടുത്തുന്നതും അദ്ദേഹത്തിനെ കുറിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസവും. നമുക്ക് ഈ വചനത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇനി അള്ളാഹു പറയാണ്, പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെ പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു വീണ്ടും എടുത്തു പറയണം, ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് വാദിക്കുന്ന ആൾക്കാർക്ക് ഊഹങ്ങളും സംശയങ്ങളും മാത്രമേ ഉള്ളൂ, വ്യക്തമായിട്ടുള്ള ധാരണ വിഷയത്തെക്കുറിച്ചില്ല എന്നും അള്ളാഹു കൃത്യമായി കൊണ്ട് അവിടെ പറയുന്നത്. ഇതാണ് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ. ഇനി ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് യേശുവിന് പകരം വേറൊരാളെയാണ് കുരിശിൽ കയറ്റിയത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഒരിക്കലും
ഒരു സ്ഥലത്ത് പോലും ഖുർആനിൽ എവിടെയും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ അള്ളാഹുവിന്റെ വഹിയിൽ എവിടെയും തന്നെ യേശുക്രിസ്തുവിന് പകരം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പകരം വേറെ ഒരാളെയാണ് കുരിശിൽ കയറ്റിയത് എന്ന് ഒരു സ്ഥലത്ത് പോലും പറയുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. പിന്നെ എവിടെയാണ് പറയുന്നത്? ഖുർആനിന്റെ ഖുർആൻ തഫ്സീറുകൾക്കകത്ത് സഹാബിമാരുടെയും താബിയങ്ങളുടെയും താബിയങ്ങളുടെയും ഇമാമിങ്ങളുടെയും അഭിപ്രായമായിക്കൊണ്ട് അവർ ഇങ്ങനെയായിരിക്കാം സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഖുർആന്റെ അകത്ത് ഒരു വചനം പോലും, ഈ ഒരു ആയത്തിൽ പോലും നിങ്ങൾ നേരത്തെ പറഞ്ഞ മറ്റൊരാളെയാണ് യേശുവിന് പകരം മറ്റൊരാളെയാണ് കൊന്നത് എന്ന് ഖുർആനിൽ എവിടെയും ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല. അത് നിങ്ങൾ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു വാദങ്ങളിലേക്ക് കടക്കാം. അതിൽ അദ്ദേഹം പറയുന്നത് മുതവഫീക എന്ന വാക്കിന്റെ അർത്ഥം അത് മുസ്ലിങ്ങൾ മാറ്റി എഴുതി എന്നുള്ളതാണ്. ആൽ ഇമ്രാൻ സൂറത്ത് 3-ാമത്തെ അധ്യായം 55-ാമത്തെ വചനത്തിൽ മുസ്ലിങ്ങൾ കള്ളത്തരം കാണിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നേരെ ആ ഒരു വചനത്തിലേക്ക് കടക്കാം. 3-ാമത്തെ അധ്യായം 55-ാമത്തെ വചനം. ഇത് കാലല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മുതവഫീക എന്ന് പറയുന്ന ഭാഗം അത് അർത്ഥം മുസ്ലിങ്ങൾ മാറ്റുന്ന അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് അർത്ഥം നോക്കാം. അള്ളാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. ഹേ ഈസ, തീർച്ചയായും നിന്നെ നാം പൂർണ്ണമായി ഏറ്റെടുക്കുകയും എൻ്റെ അടുക്കലേക്ക് നിന്നെ ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടർന്നവരെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും സത്യനിഷേധികളെക്കാൾ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയാണ്, ഹേ ഈസ, തീർച്ചയായും നിന്നെ ഞാൻ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, അങ്ങനെയല്ല അർത്ഥം വരുന്നത്. ഏ ഈസ, നിന്നെ ഞാൻ മരിപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അത് മുസ്ലിങ്ങൾ ഒരു ഉടായ്പ്, ഒരു തട്ടിപ്പ് കാണിച്ചതാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, 1930 കാലഘട്ടങ്ങളിൽ ഈ ഒരു 100 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിൽ ആ ഒരു സമയത്താണ് ഈ പറഞ്ഞ ഉയർത്തുക അല്ലെങ്കിൽ ഉറക്കുക എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും ഈ അർത്ഥമില്ല. അതിനു മുമ്പൊക്കെ അർത്ഥം എന്നുള്ളത് മരിക്കുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഇവിടെ പറയുന്നത് മുസ്ലിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ICGCs എന്നുള്ള ഒരു പരിപാടിയാണ്. അതായത് മുസ്ലിങ്ങൾ സ്വന്തം ആശയം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലേക്ക് കുത്തിക്കയറ്റി ഒരു പുതിയൊരു അർത്ഥം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടി, ICGCs എന്നുള്ള പരിപാടിയാണ് മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയുന്നത് നമ്മളിവിടെ ഒരിക്കലും ICGCs ചെയ്തിട്ടില്ല. പകരം ഇവിടെ ചെയ്യേണ്ടത് എക്സിജീസസ് ആണ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളിവിടെ ചെയ്തിട്ടുള്ളത് ചെറി പിക്കിംഗ് ഫാലസിയാണ്. അത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഖുർആൻ 6-ാമത്തെ അധ്യായം 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അവനത്രേ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നവൻ. നമ്മളെ പൂർണ്ണമായിട്ട് അള്ളാഹു ഏറ്റെടുക്കുന്നുണ്ട്. എപ്പോൾ? രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള വാക്ക് വഹുവല്ലദീ യതവഫാക്കും. നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള മരിപ്പിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന് സാറ് പറഞ്ഞിട്ടുള്ള അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തിന്? ഖുർആനിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഉറങ്ങുമ്പോൾ പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയ അതിന്. അതായത് വഹുവല്ലദീ യതവഫാക്കും. ഇനി 39-ാമത്തെ അധ്യായം 42-ാമത്തെ വചനത്തിലും അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു യതവഫാ അൻഫുസ ഹീന മൗതിഹാ. അള്ളാഹു ഇവിടെ പറയാണ്, ആത്മാവുകളെ അവന്റെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നു. മരിക്കുന്ന സമയത്ത് അള്ളാഹു പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നു. ആ പൂർണ്ണമായിട്ട് മരണസമയത്ത് ഏറ്റെടുക്കുന്നതിന് പറഞ്ഞ എന്ത് വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്? എതവഫ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. തവഫ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അള്ളാഹു വീണ്ടും പറയാണ്, മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും. അപ്പൊ ഉറക്കത്തിലും പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിന് എന്ത് വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്? എതവഫ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മുതവഫീക, എതവഫ, ഇതെല്ലാം ഒരു ഒരു റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള വേർഡൊക്കെ തന്നെയാണ്. അതായത് ഇതിന് ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. ഖുർആനിൽ പോലും അള്ളാഹു ഉറക്കത്തിൽ പരിപൂർണമായി ഏറ്റെടുക്കുന്നതിനെയും എതവഫ എന്നൊക്കെ അള്ളാഹു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഒരു വാക്കിന് രണ്ടർത്ഥവും. മരിക്കുന്നതിനൊരു വാക്ക് ഉപയോഗിക്കാം, അതേപോലത്തെ ഉറക്കത്തിന് ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എന്തൊക്കെയോ ഒരു തരികിട നടക്കുന്നുണ്ടോ? നമുക്ക് നേരെ ബൈബിളിലേക്ക് നോക്കാം. യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം. ഇത് പറഞ്ഞിട്ട് അവൻ, യേശുക്രിസ്തു കേട്ടോ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, ഉറങ്ങുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. അതായത് ലാസർ ഉറങ്ങുകയാണ്, ലാസർ ഞാൻ ഉണർത്താൻ വേണ്ടി പോവുകയാണെന്ന് യേശുക്രിസ്തു പറഞ്ഞു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവേ,
അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അതായത് അവർ ഉറങ്ങി, ലാസർ ഉറങ്ങുക എന്നുണ്ടെങ്കിൽ അവന് സൗഖ്യം, അവന് ഉറങ്ങിക്കോട്ടെ എന്ന രീതിയിൽ അവർ പറയാണ്. അപ്പൊ യേശു പറയാണ്, യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അവിടെ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? ലാസറിന്റെ മരണമാണ്. അപ്പൊ ലാസർ മരിച്ചു പോയിരിക്കുന്നു എന്നാണ് ശരിക്കും ആര് ഉദ്ദേശിച്ചത്? യേശുക്രിസ്തു ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ മരിച്ചതിൽ യേശുക്രിസ്തു നിദ്ര, മരണം എന്ന് സിമിലർ ആയിട്ട് വരുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവണം അല്ലെ? ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അവർ വിചാരിച്ചത് എന്താ? ഉറക്കത്തെ കുറിച്ച് പറഞ്ഞതാണെന്ന് തോന്നിപ്പോയി അവർക്ക്. അവർ തെറ്റുപറ്റിപ്പോയതാണ്. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചു പോയിരിക്കുന്നു. അപ്പൊ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ലാസർ മരിച്ചു പോയിരിക്കുന്നു. ഇനി നമ്മൾ നേരെ ഇതിന്റെ അർത്ഥം, ഗ്രീക്കിലാണല്ലോ ബൈബിൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം ബൈബിൾ ഹബിൽ കയറിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഗ്രീക്കും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കാണാൻ സാധിക്കും. ലാസർ നിദ്രയിലാണ്, ഉറക്കത്തിലാണെന്ന് യേശുക്രിസ്തു പറയുന്ന ഒരു വാക്ക്, ആ വാക്ക് ഗ്രീക്കിൽ കേക്കോയ് മെത്തായ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൊണൗൺസിയേഷന് ഡിഫറെന്റ് ആയിരിക്കും, അല്ലാഹു അലം. എന്തായാലും കേക്കോയ് മെത്തായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് യേശുക്രിസ്തു ലാസർ നിദ്രയിലാണ്, ഉറക്കത്തിലാണ് എന്നതിന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഗ്രീക്ക് ബൈബിളിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ബൈബിള് ഗ്രീക്കിലാണല്ലോ എഴുതപ്പെട്ടിട്ടുള്ളത്. കെക്കോയ് മെത്തായ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ അർത്ഥം ഹാസ് ഫാളൻ അസ്ലീപ്, ഉറക്കത്തിലായിരിക്കുന്നു, നിദ്രയിലായിരിക്കുന്നു, അല്ലെ നിദ്ര, ഉറക്കം എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ കാണാൻ സാധിക്കും ടു ഡെസീസ്, അതായത് മരിക്കുക. അപ്പോൾ ഒരു വാക്ക് തന്നെയാണ് യേശുക്രിസ്തു ഉപയോഗിച്ചിട്ടുള്ള കെക്കോയ് മെത്തായ് എന്ന വാക്ക് തന്നെയാണ് ഉറക്കത്തിനെയും അതേപോലെ തന്നെ സെയിം ടൈം മരണത്തെയും സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗ്രീക്കില് ഒരു വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, രണ്ടർത്ഥം വരുന്നുണ്ട്. അറബിയിലും അങ്ങനെ തന്നെയാണ്, ഒരു വാക്കിന് രണ്ടർത്ഥവും മൂന്നർത്ഥമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ അവിടെ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്, അതായത് മരിപ്പിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്, ഉറങ്ങുക, ഉറക്കത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അത് ഖുർആനിൽ തന്നെ മറ്റു പല വചനങ്ങളിലും ഇതേ കാര്യം കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം പറയുന്നത് 930 കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഖുർആനിൽ ഈ ഒരു അർത്ഥം കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഖുർആനിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി 930 കാലഘട്ടം, ഒരു കാലഘട്ടം കൂടി പറയാം. അപ്പൊ ഇദ്ദേഹം തന്നെ നേരത്തെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന് പകരം മറ്റൊരാളെയാണ് കുരിശിൽ കയറ്റി കൊന്നത്, ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഖുർആനിൽ പറയുന്നില്ല, ഹദീസുകളിലും അങ്ങനെ പറയുന്നില്ല. പിന്നെയുള്ളത് സഹാബിമാരുടെയും താബീങ്ങളുടെ താബീങ്ങളുടെയൊക്കെ അസാറുകളിലാണ് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കാണാൻ സാധിക്കുന്നത്. അത് ഇസ്രായേലി സ്രോതസ്സുകളിൽ നിന്ന് അവർക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വഹീന്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഒരു ഹദീസോ ഒരു ഖുർആൻ ആയത്തോ ഇത് കൃത്യമായി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു അസാറ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ആ ഒരു അസാറിൽ അതിൻ്റെ കത്താണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പകുതി ഭാഗമുള്ളത്. അതായത് യേശുക്രിസ്തുവിന് പകരം വേറൊരാളെയാണ് പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയത് എന്നുള്ളൊരു ഭാഗം അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം അദ്ദേഹം ഒന്നുകിൽ മനഃപൂർവ്വം മാറ്റിവെച്ചതായിരിക്കും, എനിക്കറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ഭാഗത്തിൽ കൃത്യമായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ അനുയായിയായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. വീടിന്റെ മേൽക്കൂര തുറക്കപ്പെടുകയും യേശുക്രിസ്തു ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കെ ആകാശത്തേക്ക് ജീവനോടെ ഉയർത്തപ്പെടുകയും ചെയ്തു. കൃത്യമായി കൊണ്ട് തെളിയിക്കുന്ന എന്താണ്? പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന ആൾക്കാർ പോലും വിശ്വസിച്ചിരുന്ന കാര്യമാണത്. എന്ത്? ജീവനോടെ ഉയർത്തപ്പെട്ടു എന്നുള്ളത്. മരിച്ചു എന്നുള്ള കാര്യമല്ല അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ജീവനോടെ ഉയർത്തപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ആദ്യകാല തഫ്സീറുകളെല്ലാം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിക്കൊണ്ട് ആദ്യകാല തഫ്സീറുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തഫ്സീറുകൾക്കകത്ത് പോലും നിങ്ങൾക്ക് ഈ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. 1930 ശേഷമാണ് ഇങ്ങനെ ഒരു അർത്ഥം കൊടുത്തത് എന്നുള്ള ഒരു വാദം താങ്കൾക്ക് എവിടുന്നാണ് കിട്ടിയതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആ ഒരു സോഴ്സ് ഇനി ഒരിക്കലും അതിനടുത്ത് പോലും പോകണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം ഒരു മോശം ക്ലെയിമാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് സാറ് പറയുന്നത് ഖുർആനിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ വിശ്വാസം അതൊന്ന് കൃത്യമാക്കാൻ വേണ്ടി കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബൈബിളിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്തിട്ടില്ല എന്നാണ് സാർ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് സാറോട് പറയാനുള്ളത്, സാറ് ബൈബിള് വായിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണെന്ന് ഇരിക്കെ അങ്ങനെ ഒരു വാദം കൊണ്ടുവരിക എന്നുള്ളത് ശരിക്ക് അത് എത്രത്തോളം അപകടമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം മുസ്ലിങ്ങളായ ആൾക്കാരും ക്രിസ്ത്യാനികളായ ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബൈബിൾ എന്ന് പറയുന്നതിൻ്റെ ഒതന്റിസിറ്റിയെ കുറിച്ച്. അതിൽ എത്രത്തോളം വാക്കുകൾ, എത്രത്തോളം വചനങ്ങൾ, ഞാൻ പറയുന്നത് സാറ് പറഞ്ഞ പോലെ ട്രാൻസ്ലേഷൻ അല്ല കേട്ടോ, ബൈബിൾ വചനങ്ങൾ എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട് ബൈബിളിൻ്റെ അകത്തുനിന്ന്. അതായത് ഒരുപാട് കാലം വരെ ബൈബിളിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വചനങ്ങൾ പിന്നീട് ആ വചനങ്ങൾ മുഴുവനായിട്ട്
പല ബൈബിൾ വേർഷൻ്റെ അകത്തും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ അല്ല കേട്ടോ, ബൈബിൾ വേർഷൻ്റെ അകത്തും അത് എടുത്ത് മാറ്റപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 53-ാമത്തെ വചനം മുതൽ 8-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം വരെ. അതിനകത്ത് വ്യഭിചാരിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി ജനങ്ങൾ ശ്രമിക്കുമ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു അതിനെ പറയുന്നതായിട്ടൊരു കാര്യമുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യകാല കയ്യെഴുത്ത് രേഖകൾക്കകത്തൊന്നും ഇത് കാണാൻ സാധിക്കില്ല. അതായത് കോഡെക്സ് സൈനറ്റിക്കസ് AD 325 മുതൽ 360 വരെ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കോഡെക്സ് വത്തിക്കാൻസ്, അതായത് 300 മുതൽ 325 വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ 2 കയ്യെഴുത്ത് രേഖകൾക്കകത്ത് പോലും ഈ ഒരു വചനങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അതായത് കൃത്യമായിക്കൊണ്ട് ഇത് അതിലേക്ക് പിന്നീട് എഴുതപ്പെട്ടതാണ് എന്നാണ് ക്രൈസ്തവ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രകാരന്മാരുടെയൊക്കെ അഭിപ്രായം. ന്യൂ ഇന്റർനാഷണൽ വേർഷൻ പോലെയുള്ള പുതിയ ആധുനികകാല ബൈബിൾ വേർഷൻ്റെ അകത്തൊന്നും ഈ വചനം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് താഴെ ഫുട് നോട്ടായിട്ട് ഇത് ഒമിറ്റ് ചെയ്തതാണ്, ഇത് ഒഴിവാക്കിയതാണ്, ഇന്ന കാരണങ്ങൾ, അതായത് പഴയകാല പ്രതികൾക്കകത്ത് ഇത് കണ്ടിട്ടില്ല എന്ന് അവർ കൃത്യമായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഇനി 1 യോഹന്നാൻ 5 7-ാമത്തെ വചനത്തിൽ തൃത്വം എന്ന ആശയത്തെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം കാണാൻ സാധിക്കും. കിങ്സ് ജെയിംസ് വേർഷനകത്തൊക്കെ ഈ വചനം കാണാൻ സാധിക്കും. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 പേരുണ്ട്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 പേരുണ്ട്. പിതാവും വചനവും പരിശുദ്ധാത്മാവും. പിതാവുണ്ട്, വചനവുണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. ഇവർ 3 പേരും ഒന്നാകുന്നു. തൃത്വത്തിനെ വളരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനമാണത്. പക്ഷേ ഈ ഒരു വചനം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ESV അല്ലെങ്കിൽ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ പോലെയുള്ള ആധുനികകാല കയ്യെഴുത്ത് പ്രതികളെ മാനദണ്ഡമാക്കിക്കൊണ്ട് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വലിയ സോഴ്സാക്കി എടുത്തിട്ടുള്ള ആധുനികകാല ബൈബിൾ വേർഷൻ്റെ അകത്തൊന്നും കാണാൻ സാധിക്കില്ല. എന്താണ് കാരണം? പഴയ ഗ്രീക്ക് പ്രതികൾക്കകത്ത് ഈ ഒരു വചനമല്ല. അപ്പോൾ ഇതും പിന്നീട് എഴുതപ്പെട്ടതാണ്. തൃത്വത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് എഴുതപ്പെട്ട വചനങ്ങളാണിത്. ആദ്യകാല ഗ്രീക്ക് പ്രതികൾക്കകത്തൊന്നും ഈ ഒരു വചനമല്ല. ഇവിടെ മുസ്ലിങ്ങൾ ഖുർആനിൽ ഒരു വചനം പോലെ എടുത്ത് ഒഴിവാക്കുകയോ ഒരു വചനം ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഖുർആൻ കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ഇറക്കപ്പെട്ടത് അത് കൃത്യമായിക്കൊണ്ട് തന്നെ മുസ്ലിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് കടക്കാം. ഇനിയിപ്പം രണ്ടാമത്, യേശു മരിച്ചില്ല എങ്കിൽ നമ്മൾ ചരിത്രരേഖകളെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ചരിത്രരേഖകൾ വളരെ ക്ലിയർ ആണ്. ഏതൊരു ചരിത്രകാരനും ആ സമയം തൊട്ടുള്ള ചരിത്രകാരനും വ്യക്തമായിട്ട് അറിയാമായിരുന്നു യേശു മരിച്ചു എന്നുള്ളത്. യേശുവിന്റെ ജീവിതത്തെ പറ്റിയൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വലിയ ചരിത്രകാരന്മാരെ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. താലസും ഫ്ലെഗോനും. അവർ ഗ്രീക്ക് ചരിത്രകാരന്മാരായിരുന്നു. അവർ 52 AD സംവാദിക്കുകയായിരുന്നു യേശു മരിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സംവാദത്തിൽ. അതായത് യേശുവിന്റെ മരണത്തിന് അറൌണ്ട് 19 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു സംവാദമാണ്. അതിൽ അവർ എഴുതിയിരിക്കുന്നത് യേശു മരിച്ചപ്പോൾ സൂര്യൻ അന്ധകാരമായി മാറി, ഭൂമി കുലുങ്ങിയെന്നും. അപ്പൊ ഇവിടെ ഗ്രീക്ക് ചരിത്രകാരന്മാർ അവർക്ക് ഒരു കാരണവുമില്ല ക്രിസ്തീയ രേഖയെ സപ്പോർട്ട് ചെയ്ത് എഴുതണമെന്ന്, എന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നു യേശു മരിച്ചു എന്നുള്ളത്. പിന്നീടുള്ള വ്യക്തിയാണ് ടാസിറ്റസ്. ടാസിറ്റസ് എന്ന് പറഞ്ഞാൽ റോമൻ ചരിത്രകാരനായിരുന്നു. ടാസിറ്റസിന് ക്രിസ്ത്യൻസിനെ ഇഷ്ടമല്ലായിരുന്നു. ക്രിസ്ത്യൻസിനെ പറ്റി ഒരു നല്ല കാര്യം ടാസിറ്റസ് എഴുതിയിട്ടുമില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, യേശുവിന്റെ മരണത്തെ പറ്റി ടാസിറ്റസ് എഴുതിയിട്ടുണ്ട്. യേശു മരിച്ചു എന്ന് എഴുതുക മാത്രമല്ല താൻ ചെയ്തത്, ആ സംഭവം നടക്കുന്നത് പൊന്തിയോസ് പീലാത്തോസിന്റെ ആ അധികാരത്തിന്റെ കീഴിലും തിബേരിയസിന്റെ അധികാരത്തിന്റെ കീഴിൽ ആ ഒരു റൂൾ, ആ വാഴ്ചയുടെ സമയത്താണ് യേശു മരിച്ചതെന്നും ഈ ടാസിറ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് യേശു 33 AD മരിച്ചതെന്ന് നമുക്കൊരു അറിവ് ലഭിക്കുന്നത്. കാരണം ടാസിറ്റസിന്റെ ഈ ഒരു രേഖ നിമിത്തം. പിന്നീടുള്ള വ്യക്തിയാണ് ജോസിഫസ്. ജോസിഫസ് എന്ന് പറഞ്ഞാൽ ഒരു യഹൂദ ചരിത്രകാരൻ യേശുവിന്റെ മരണത്തെ പറ്റി എഴുതുന്നുണ്ട്. അതും താൻ ഇതുകൂടെ പറയുന്നുണ്ട്, ക്രിസ്ത്യൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 3 ദിവസത്തിന് ശേഷം യേശു തന്റെ ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. അതും യോസിഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗ്രീക്ക്, റോമൻ, യഹൂദ ചരിത്രകാരന്മാർ എല്ലാവരും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് യേശു മരിച്ചു എന്നുള്ളത്. അപ്പൊ ഇവിടെ എനിക്ക് നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിനോട് ചോദിക്കാനുള്ളത്, പിന്നെ നിങ്ങളൊരു ക്രിസ്ത്യനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ മുസ്ലിം ഫ്രണ്ട്സിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഒരു ചരിത്രകാരനെങ്കിലും കാണിക്കാൻ പറ്റുമോ 1ാം, 2ാം, 3ാം, 4ാം, 5ാം, 6ാം, 7ാം നൂറ്റാണ്ട് വരെയുള്ള ഏതെങ്കിലും ഒരു ചരിത്രകാരനെ കാണിക്കാൻ പറ്റുമോ യേശുവിന്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുന്ന അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ ചരിത്രകാരനെങ്കിലും കാണിക്കാൻ പറ്റുമോ? ആരുമില്ല. ഉള്ളി റെഫറൻസ്, ഏക റെഫറൻസ് വരുന്നത് യേശു മരിച്ചില്ല എന്ന് പറയുന്നത് ഖുർആൻ 4:157. അത് വരുന്നതും 8ാം അല്ലെ 9ാം നൂറ്റാണ്ട് AD, അല്ലാതെ 7ാം നൂറ്റാണ്ടിലല്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് മറ്റൊരു സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഖുർആനകത്തുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങൾ മാത്രമല്ല ചരിത്രപരമായിട്ടുള്ള വൈരുദ്ധ്യവും കൂടെ വരികയാണ്. 5ാമത്തേത്, ഇതാണ് ഹാർഡസ്റ്റ് വൺ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മുസ്ലിംസിന് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇതിനെ ഒരു മോറൽ ആർഗ്യുമെന്റ്, ധാർമ്മികവാദം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാഹ് മറ്റൊരുവന്റെ സാദൃശ്യം എടുത്തിട്ട് എന്നിട്ട് യേശുവിന്റെ സാദൃശ്യം ആ വ്യക്തിയുടെ മേൽ പതിപ്പിച്ചിട്ട് അങ്ങനെ ആ മറ്റേ ഒരു വ്യക്തിയെ യേശുവിന് പകരമായി ആ ക്രൂശയിൽ മരിക്കുവാൻ അനുവദിച്ചിട്ട് എന്നിട്ട് 600-ൽ പരം വർഷങ്ങൾ ആരോടും പറയാതെ മിണ്ടാതിരുന്നെങ്കിൽ അത് എന്തൊരു തരത്തിലുള്ള ഒരു ദൈവമാണ്? അത് ചതിക്കുന്ന ഒരു ദൈവമാണ്. അത് ഉറപ്പായിട്ടും ബൈബിളിലെ ദൈവമല്ല. നമുക്ക് ബൈബിളിൽ ഒരിടത്ത് പോലും ദൈവം ചതിക്കുന്നവനാണ് എന്ന് കാണാൻ സാധിക്കില്ല. അവർക്ക് തെറ്റായിട്ടുള്ള ദൈവത്തെ, അള്ളാഹുവിനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അതാണ് ഖുർആന്റെ ദൈവം.
ഖുറാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഖുറാനിലെ ദൈവം ചതിക്കുന്ന ദൈവമാണെന്ന്. ഖുറാനിൽ അനേക സ്ഥലങ്ങളിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അള്ളാ ചതിക്കും. ഉദാഹരണത്തിന് 3:54, 8:30, 10:21, 3:28 ഇങ്ങനെ ഒട്ടേറെ വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് ദൈവം ചതിക്കും, അള്ളാ ചതിയുടെ മുകളിലാണ്. ഇങ്ങനെ ഒരു പിക്ചറാണ് ഖുറാൻ നൽകുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു സജഷൻ ഉണ്ട്. അതായത് ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മൾ രണ്ട് വ്യത്യസ്ത ദൈവങ്ങളെ പറ്റിയല്ലേ സംസാരിക്കുന്നത്, അല്ലേ? ഖുറാനിലെ ദൈവം ബൈബിളിലെ ദൈവമല്ല. ഖുറാനിലെ ദൈവത്തിന് ബൈബിളിൽ കാണുന്ന ദൈവവുമായിട്ട് ഒരു പങ്കുമില്ല. ഒന്നാമതായിട്ട് ക്രൂസിഫിക്ഷൻ, ക്രൂശീകരണത്തിൽ അന്നുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അല്ലെങ്കിൽ പല ചരിത്രകാരന്മാരും അത് എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് പോസിബിൾ ആണോ? അങ്ങനെ പറ്റില്ല എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ? ഇല്ല, ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. അവർ കൃത്യമായി പറയുന്നത് അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടായി എന്നുള്ളത്. ആശയക്കുഴപ്പം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു ഡിബേറ്റുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്ന വാക്കാട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ 52 AD സംവാദിക്കുകയായിരുന്നു യേശു മരിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയും സംവാദത്തിൽ. അതായത് ആദ്യകാലത്ത് ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. എന്ത്, യേശു ക്രിസ്തു മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടില്ലേ എന്നുള്ളത് അദ്ദേഹം തന്നെ അവിടെ പറയുക. നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില ആൾക്കാർ അദ്ദേഹം മരിച്ചു എന്ന് വിശ്വസിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. അവർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്താ പ്രശ്നം? അല്ല, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇസ്ലാം പറയുകയാണ് അങ്ങനെ ആരും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷെ നമ്മളതിനെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ പറഞ്ഞത് അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടായി എന്നുള്ളതാണ്. അത് കൃത്യമായി കൊണ്ട് സത്യവുമാണ്. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള തസീറ്റസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനിലേക്ക് നോക്കാം. അത് മാത്രം നോക്കാട്ടോ. ദി അന്നൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. ഏകദേശം ക്രിസ്താബ്ദം 116 അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു AD 33 അദ്ദേഹം ക്രൂസിഫിക്കേഷൻ സംഭവിച്ചു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിനുശേഷം 83 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഐ വിറ്റ്നസ് അല്ല, അദ്ദേഹം നേരിട്ട് കണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂസിഫൈ ചെയ്യുന്നത് നേരിട്ട് കണ്ട് എഴുതിയ വ്യക്തിയല്ല. അദ്ദേഹം കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയ കാര്യം. ആ സ്വാഭാവികമായിട്ടും അന്ന് അങ്ങനെ കൊലപ്പെടുത്തി എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയുമ്പോൾ അത് എഴുതുമല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ല. ആകെ ഖുർആൻ മാത്രമാണ് ലാസ്റ്റ് വന്ന് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം, അതൊരു രസകരമായ കാര്യം എന്താ പറയുക, ഇത് ഖുർആനിന്റെ അമാനുഷികത, ഖുർആൻ എത്രയോ സത്യമാണെന്നതിന് തെളിവ് കൂടിയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് പറഞ്ഞുതരാം. അതായത് ഇസ്ലാം ഒരു ഫേക്ക് റിലീജിയൻ ആണെന്ന് വിചാരിക്കുന്നത്. ഫേക്ക് റിലീജിയൻ ആയിരുന്നെങ്കിൽ ലക്ഷ്യം എന്താണ്? ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും കൂടെ കൂട്ടണം. ഏറ്റവും എളുപ്പം എന്താ? യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയണതാ. കാരണം എന്താ? ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നുണ്ട്, യഹൂദൻ വിശ്വസിക്കുന്നുണ്ട്, അല്ലെ? രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുരിശിൽ കയറ്റി കൊന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്താണ്? അതാണ് സമ്മതിച്ചു കൊടുക്കലായിരുന്നു, ഫേക്ക് റിലീജിയൻ ആയിരുന്നെങ്കിൽ. പക്ഷേ ഇസ്ലാം എന്താ പറഞ്ഞ്, അല്ല അങ്ങനെയൊന്നുമല്ല, അദ്ദേഹത്തെ കുരിശിൽ കയറ്റിയിട്ടില്ല, കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടിനെ ഡിനേ ചെയ്തു. യഹൂദന്മാരെ ഡിനേ ചെയ്തു, ക്രൈസ്തവരെയും ഡിനേ ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അത് അള്ളാഹുവിൻ്റെ വചനമാണ്, ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു കാര്യം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആദ്യകാലത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്ന് ചോദ്യം ഉണ്ടല്ലോ. ചരിത്രം നോക്കുക എന്നുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടത്തിലും അത്തരത്തിൽ വിശ്വാസം കൊണ്ടുനടന്നിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ബെസിലിഡിയൻസ് എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, ഇവരുടെ വിശ്വാസപ്രകാരം ആ കുരിശ് തോളിലേറ്റി നടന്നിരുന്ന ഷീമോൻ അഥവാ സൈറീനുകാരനായിട്ടുള്ള ഷീമോനാണ് യേശുവിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് പിന്നീട് അദ്ദേഹമാണ് കുരിശിൽ കൊല്ലപ്പെട്ടത്, യേശു ക്രിസ്തു അല്ല. നേരത്തെ നമ്മൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇസ്രായേലി സ്രോതസ്സുകൾ പറഞ്ഞല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യകാലത്ത് ക്രൈസ്തവ വിശ്വാസം റോമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശ്വാസമായി മാറുന്നത് ആ ഒരു കാലഘട്ടം, ആ സമയം വരെ ഒരുപാട് സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത പിതാക്കന്മാർക്ക് വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു എക്സ്പ്ലനേഷനാണ് ഇത്, അവരുടെ ഒരു വിശ്വാസമാണിത്. ഇത്തരത്തിൽ ഷീമോനാണ് അവിടെ കുരിശിൽ കയറ്റി കൊല്ലപ്പെട്ടത്, അല്ലാതെ ആരല്ല, യേശു ക്രിസ്തു അല്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നത്. ഇനി നമ്മൾ നാഗ് ഹമ്മാദി ഗ്രന്ഥങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ, അതായത് 1945 കാലഘട്ടങ്ങളിൽ ഈജിപ്തിലെ നാഗ് ഹമ്മാദി സ്ഥലത്ത് നിന്ന് നമുക്ക് കുറച്ച് പഴയ കാലഘട്ടത്തിലെ ചില ഗോസ്പൽസിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പത്രോസിന്റെ അപ്പോകാലിപ്സ് എന്ന് പറയപ്പെടും, പത്രോസിന്റെ സഭ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു സുവിശേഷമാണത്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരു സുവിശേഷമാണ് പത്രോസിന്റെ അപ്പോകാലിപ്സ്, ഈ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു സുവിശേഷം. അതിൽ പത്രോസ് ശ്ലീഹ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയാൽ അത് കാണാൻ സാധിക്കും. കുരിശിൽ കിടന്ന് അവർ ആരെയാണോ ആണിയടിക്കുന്നത് അവൻ രക്ഷകനല്ല, അത് പകരക്കാരനാണ്. യഥാർത്ഥ യേശു കുരിശിന് മുകളിൽ നിന്ന് ശത്രുക്കളെ നോക്കി ചിരിക്കുകയായിരുന്നു. അതായത് കുരിശിന് മുകളിൽ ഒരാൾ ആണിയടിക്കുന്നുണ്ട്, അത് യഥാർത്ഥ യേശു അല്ല, അത് ഒരു പകരക്കാരൻ, സബ്സ്റ്റിറ്റ്യൂട്ടാണ്.
എന്നാണ് പത്രോസ് ശ്ലീഹായുടെ പേരിൽ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു രേഖക്കകത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് ഖുർആനിലെ അള്ളാഹു വഞ്ചകൻ ആണ്, വഞ്ചകനായിക്കൊണ്ടാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറയുന്നത്. ഒരു സ്ഥലത്ത് മാത്രമല്ല, അവിടെ വഞ്ചിച്ചു ഇവിടെ വഞ്ചിച്ചു എന്നൊക്കെ വഞ്ചിക്കുന്നവനായിട്ടാണ് അള്ളാഹുവിനെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും അള്ളാഹു വഞ്ചിക്കുന്നവനാണ്, അള്ളാഹു വഞ്ചിച്ചു എന്നൊന്നും കാണാൻ സാധിക്കില്ല. ബൈബിളിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് പോലും ദൈവം വഞ്ചിക്കുന്നവനാണ്, വഞ്ചിച്ചു എന്നൊന്നും കാണാൻ സാധിക്കില്ല എന്ന് സാറ് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വഞ്ചിക്കുന്നവനാണെന്നൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എസക്കേൽ, അതായത് ബൈബിൾ തന്നെയാണ് കിങ്സ് ജെയിംസ് വേർഷൻ്റെ അകത്തുള്ള KJV വേർഷൻ്റെ അകത്തുള്ള ബൈബിളിൽ എസക്കേൽ 14-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ ആൻഡ് ഇഫ് ദി പ്രോഫറ്റ് ബി ഡിസീവ്ഡ് വെൻ ഹി ഹാവ് സ്പോക്കൺ എ തിങ് ഐ ദ ലോർഡ് ഹാവ് ഡിസീവ്ഡ് ദാറ്റ് പ്രോഫറ്റ്, ഞാൻ ആ പ്രവാചകനെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയാം. ഖുർആന്റെ കത്തല്ല ഇത് കാണാൻ സാധിക്കുന്നത്. എവിടെയാണിത്? എസക്കേൽ 14-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ ഐ ദ ലോർഡ് ഹാവ് ഡിസീവ്ഡ് ദാറ്റ് പ്രോഫറ്റ്, ഞാൻ ദൈവം ആ പ്രവാചകനെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ ഖുർആനിൽ എവിടെയും ഈ ഒരു കാര്യം അള്ളാഹു വഞ്ചിച്ചു എന്ന് പറയുന്നത് കാണാൻ സാധിക്കില്ല. സർ പറഞ്ഞൊരു വചനത്തിലും കാണാൻ സാധിക്കില്ല. അവിടെ എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു പറയുന്നത് അവർ തന്ത്രം ഉപയോഗിച്ചു. ആര്? ശത്രുക്കൾ തന്ത്രം ഉപയോഗിച്ചു. അള്ളാഹു അവരെക്കാൾ മികച്ച തന്ത്രം ഉപയോഗിച്ചു. തന്ത്രം ഉപയോഗിക്കുക എന്നുള്ളത് വഞ്ചനയാണോ? അല്ലല്ലോ, അല്ലേ? അള്ളാഹു എന്ത് ചെയ്യണം? അവർ തന്ത്രം ഉപയോഗിക്കണം. അവർ മനുഷ്യന്റെ ലിമിറ്റഡ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, അവർക്കിപ്പോൾ മനുഷ്യന്മാരുടെ ലിമിറ്റഡ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, അഹങ്കാരം വെച്ചുകൊണ്ട് അവർ തോന്നിയ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെതിരെ തിരിയാൻ വേണ്ടി, പ്രവാചകന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ്. അള്ളാഹു എന്ത് ചെയ്യാണ്? അതിനേക്കാൾ വലിയ തന്ത്രം ഉപയോഗിക്കുന്നവനാണ് അള്ളാഹു. ഇവിടെ സംഭവിച്ചത് എന്താണ്? എബ്രായർ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. യേശു ക്രിസ്തു തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തോട് ഉറച്ച് നിലവിളിയോടും കണ്ണീരോടുകൂടിയും അപേക്ഷയും അഭയയാചനയും കഴിക്കയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹം കഠിനമായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് തഖ്വ കാരണം, ഭയഭക്തി കാരണം, അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുക്രിസ്തു തുടർച്ചയായി കണ്ണീരോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് പ്രാർത്ഥിക്കുകയാണ്. അവസാനം എന്തായി? ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? ശേഷം ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സംരക്ഷിച്ചു. അദ്ദേഹത്തിന് യഹൂദന്മാർക്ക് കൊല്ലാൻ വിട്ടുകൊടുത്തില്ല. അവർക്കിടയിൽ, യഹൂദന്മാരായിക്കോട്ടെ അല്ലാത്ത ആളുകളായിക്കോട്ടെ, അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമാണ് ഉണ്ടായത്. അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവാതെ പോവുകയാണ് ഉണ്ടായത് എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വഹിയിലൂടെയാണ് യേശുക്രിസ്തുവിനെ അവർ കൊന്നിട്ടില്ല എന്ന് കൃത്യമായി കൊണ്ട് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുവരെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത്, അതുവരെയുള്ള ആളുകൾക്ക്, അന്ന് ജീവിച്ച ആളുകൾക്കോ അല്ലാത്ത ആളുകളായിക്കോട്ടെ, അവർക്ക് യേശുക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിച്ചാലും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചാലും അവർക്കതിൽ ഒരു തരത്തിലുള്ള പാപമോ തെറ്റോ ഇല്ല. കാരണം എന്താ? അദ്ദേഹത്തിന് സ്വർഗം തടയപ്പെടുന്ന അഖീദയുടെ ഭാഗമല്ല അത്. പ്രവാചകന്മാർ കൊല്ലപ്പെടില്ല എന്ന വിശ്വാസമൊന്നും ആർക്കില്ല, മുസ്ലിങ്ങൾക്കില്ല. പ്രവാചകന്മാർ ഷഹീദാവും, പ്രവാചകന്മാരെയും അവർ കൊല്ലും. പക്ഷേ പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ അതിൽ കൃത്യമായിക്കൊണ്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അത് മനസ്സിലാക്കിയിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് നിഷേധിക്കാൻ പാടില്ല. എന്നാൽ അന്നുണ്ടായ ആളുകളായിക്കോട്ടെ, ഇന്നുള്ള ആൾക്കാരായിക്കോട്ടെ, ആരെങ്കിലും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയോ അദ്ദേഹത്തെ ദൈവമായി കണക്കാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ദൈവപുത്രനായി കണക്കാക്കുകയോ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് മേലെ ആരോപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുഫറാണ്. അത് തീർച്ചയായിട്ടും നരക അവകാശികളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ല. ഒരു എക്സാമ്പിളായിട്ട് ഒരാൾ എന്നെ വിളിക്കുകയാണ്, അല്ലയോ ഡോക്ടറെ എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ പറയാണ്, എന്തിനും ഡോക്ടർ എന്ന് വിളിക്കുന്നു? എന്തിനെന്നെ ഡോക്ടർ എന്ന് വിളിക്കുന്നു? അപ്പുറത്തെ വീട്ടിൽ ഉസ്മാനിക്കാണ് ഡോക്ടർ, അല്ലെ അപ്പുറത്തെ വീട്ടിലെ വേണു, അദ്ദേഹമാണ് ഡോക്ടർ വേണു. ഞാൻ ഡോക്ടർ അല്ല എന്ന് അവിടെ കൃത്യമായി കൊണ്ട് പറയലാണത്, അല്ലേ? ഒരാൾ യേശുവിനെ അല്ലയോ നല്ലവനെ എന്ന് വിളിക്കുന്നുണ്ട്, ഹേ ഗുഡ് മാസ്റ്റർ, അല്ലയോ നല്ല യജമാന എന്ന് വിളിക്കുന്നുണ്ട്. അതിന് മറുപടി ആയിക്കൊണ്ട് മാർക്ക് 10:18 വചനത്തിൽ യേശു ക്രിസ്തു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളിത് അറബിക് ട്രാൻസ്ലേഷനാണ് നോക്കുന്നത്. അതിൽ ഫഖാല ലഹു യേശു അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, ലിമാദാ തദ്ഊനി സ്വാലിഹൻ, എന്നെ എന്തിന് നീ സ്വാലിഹ് എന്ന് വിളിക്കുന്നു, നല്ലവൻ എന്ന് വിളിക്കുന്നു? ലൈസ അഹദുൻ സ്വാലിഹൻ,
സ്വാലിഹായിക്കൊണ്ട് നല്ലവനായിക്കൊണ്ട് ഒരുത്തനുമില്ല. ഇല്ല വാഹിദൻ, ഒരുവനല്ലാതെ. വഹുവല്ലാ, അവൻ ആരാണ്? അള്ളാഹുവാണ്. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഞാൻ ദൈവമല്ല, അള്ളാഹു ആണ് ദൈവം, അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് യേശുക്രിസ്തു പറയുന്നതായിട്ടുള്ള വചനമാണ് ഇവിടെ നമ്മൾ കണ്ടതിപ്പോൾ. ഇനി അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ തന്നെയാണ് ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ പറയരുത്. കാരണം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വഞ്ചിക്കുന്ന, വളരെ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾ, പ്രവാചകന്മാരെ അയച്ചിട്ടുള്ള പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരെയും, യേശുക്രിസ്തു അടക്കമുള്ള പ്രവാചകന്മാരെ അയച്ചിട്ടുള്ള അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത്. ആ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ദൈവശാസ്ത്രപരമായി കൊണ്ട് വലിയ ഡിഫറൻസ് ഉണ്ട്. അതിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് വചനങ്ങൾ ഇറക്കി കൊടുത്തത് പോലും യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പഴയ നിയമത്തിൽ ഇവർ വിശ്വസിക്കുന്ന യേശുക്രിസ്തു അടക്കമുള്ള ഇവർ വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവം പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വചനം. ആ ഒരു വചനം ഇങ്ങനെ കാണാൻ സാധിക്കും. പ്രവാചകനോട് ദൈവം കൽപ്പിക്കുകയാണ്, നീ ചെന്ന് അമലേഖ്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയുക. അതായത് അമലേഖ്യരെ തോൽപ്പിക്കണം, അവർക്കുള്ളതെല്ലാം നശിപ്പിച്ച് കളയണം. അവരോട് കരുണ തോന്നരുത്, ഒരു തരത്തിലും കരുണ അവരോട് പാടില്ല. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്ന പൈതങ്ങളെയും കാള, ആട്, ഒട്ടകം, കഴുത തുടങ്ങിയ എല്ലാത്തിനെയും കൊന്നുകളയുക. ഇത് 1 സാമുവൽ 15-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതേ ഇസ്രായേലി സന്തതികളോട് അള്ളാഹു കൽപ്പിക്കുന്നതായിട്ട്, അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതു കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി. അള്ളാഹു പറയാണ്, വിധി അള്ളാഹു കൊടുത്തു. മറ്റൊരാളെ കൊന്നതിന് പകരമായോ, ഒരാളെ കൊന്നതിന് പകരമായോ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അത് ഭൂമിയിലുള്ള സകല മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. പഴയ നിയമത്തിൽ ദൈവം അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ്, അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്, അവർക്ക് കൽപ്പിച്ചതാണ് എന്ന് അവർ വിശ്വസിക്കുന്ന, അവർ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു വചനവും അതേ സമയത്ത് അള്ളാഹു കൃത്യമായി കൊണ്ട് ഇസ്രായേലി മക്കൾക്ക് കൊടുത്തിട്ടുള്ള കൽപ്പന എന്താണെന്ന് പറയുന്ന ഖുർആൻ വചനവും രണ്ടും 2 അതിർത്തിയിലാണ് കിടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ ഒരു പാട്ട് കൂടി ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.